ഒരാൾ 50 മീറ്റർ ഉയരമുള്ള ഒരു തൂണിൽ കയറാൻ ശ്രമിക്കുന്നു. 1 മിനിറ്റിൽ അയാൾ 5 മീറ്റർ മുകളിലേക്ക് കയറുമെങ്കിലും 2 മീറ്റർ താഴോട്ട് ഇറങ്ങുന്നു എങ്കിൽ എത്രാമത്തെ മിനിറ്റിൽ അയാൾ മുകളിലെത്തും? വളരെ സിമ്പിൾ ആണ്. ആദ്യം നിങ്ങൾ തൂണിന്റെ ഉയരം ഒന്ന് നോക്കണം. തൂണിന്റെ ഉയരം 50 മീറ്റർ ആണ്. അതിൽ അയാൾ 1 മിനിറ്റ് 5 മീറ്റർ കയറും, എന്നിട്ട് കുറച്ച് ദൂരം താഴോട്ട് ഇറങ്ങും. അത് നമുക്ക് പിന്നെ നോക്കിയാൽ മതി. അപ്പൊ അയാൾ 1 മിനിറ്റിൽ അയാൾ കയറുന്ന ദൂരം ഒന്ന് നോക്കണം, 5 മീറ്റർ. അതങ്ങ് കുറയ്ക്കണം. അപ്പൊ 50 മീറ്റർ 5 മീറ്റർ പോയ എത്ര? 45 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇതങ്ങോട്ട് വെച്ചിട്ട് ഇനി നമ്മൾ ആലോചിക്കാൻ ആരംഭിക്കണം. ഓക്കെ, എന്താ ആലോചിക്കാന്ന് വെച്ചാൽ നോക്കാം. 1 മിനിറ്റ് അയാൾ 5 മീറ്റർ മുകളിലോട്ട് കയറും. അപ്പോൾ 1 മിനിറ്റ് അയാൾ 5 മീറ്റർ മുകളിലോട്ട് കയറും. പക്ഷേ 2 മീറ്റർ അയാൾ താഴോട്ടങ്ങ് ഇറങ്ങുകയും ചെയ്യും. അപ്പൊ 2 മീറ്റർ താഴോട്ട് ഇറങ്ങും. ആക്ച്വലി അയാൾ 1 മിനിറ്റ് കയറുന്നത് 5 മീറ്റർ മേളിലോട്ട് കയറി, പക്ഷെ 2 മിനിറ്റിന് ഇറങ്ങി പോരുന്നു. അപ്പൊ 3 മീറ്റർ ആവും. ഓക്കെ, അപ്പൊ 1 മിനിറ്റ് 3 മീറ്റർ കയറുന്ന ആള് 45 മീറ്റർ കയറാൻ എത്ര സമയം എടുക്കുമെന്ന് നോക്കണം. ഈ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കാം. 45 മീറ്റർ കയറാൻ എത്ര സമയം എടുക്കുമെന്ന് നോക്കണം. അപ്പൊ ഒന്ന് ചിന്തിച്ച് നോക്ക്. 1 മിനിറ്റ് 3 മീറ്റർ, അങ്ങനെയാണെങ്കിൽ 45 മീറ്റർ കയറാൻ. ഇത് ക്രോസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. 3നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 45 കിട്ടും? 15 അല്ലേ? അതേ 15 ഇപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 15 മിനിറ്റ്, അതായത് 1 മിനിറ്റ് 3 മീറ്റർ. അപ്പൊ 15 മിനിറ്റ് 15 × 3 45 മീറ്റർ കയറും. അപ്പൊ 15 മിനിറ്റ് കൊണ്ട് അയാൾ 45 മീറ്റർ കയറിയിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത 1 മിനിറ്റ് അയാൾ 5 മീറ്റർ കയറി മുകളിൽ എത്തത്തില്ലേ? അപ്പൊ അടുത്ത 1 മിനിറ്റ് അപ്പൊ അയാൾ മുകളിൽ എത്തും. പിന്നെ അയാൾ താഴോട്ട് പോവാതിരിക്കുകയോ ചെയ്തോട്ടെ. അപ്പൊ 15 മിനിറ്റ് അയാൾ 45 മീറ്റർ കയറും. പിന്നെ അടുത്ത 1 മിനിറ്റ് അയാൾ 5 മീറ്റർ കയറി മുകളിൽ എത്തും. കാരണം 50 മീറ്ററേ ഉള്ളൂ ഇതിന്റെ ഉയരം. അപ്പൊ മുകളിൽ എത്തി അയാൾ. എത്രാമത്തെ മിനിറ്റ്? 15 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത മിനിറ്റ്, മീൻസ് 16ാമത്തെ മിനിറ്റ് അയാൾ മുകളിൽ എത്തിച്ചേർന്നു. അതിനുശേഷം അയാൾ താഴോട്ട് ഇറങ്ങുമോ ഇറങ്ങാതിരിക്കുമോ? അത് നമ്മുടെ വിഷയമല്ല. ഓപ്ഷൻ ഡി.